योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. ഇന്നലെ ഈ നാനാഛിദ്ര ഘടോദരസ്ഥിത മഹാദീപപ്രഭാഭാസ്വരം എന്ന ശ്ലോകമാണ് കണ്ടത്. അതില് ഒരു കുടത്തിനകത്ത് വെച്ച വിളക്ക് അനേക ദ്വാരങ്ങളിലൂടെ വെളിച്ചം പുറത്തു വരുന്ന പോലെ അകത്തുള്ള ചിത്തിന്റെ പ്രകാശം ഇന്ദ്രിയങ്ങളിലൂടെയൊക്കെ പുറത്തു വന്ന് ഞാൻ അറിയുന്നു എന്ന് പറയുന്നു. ഞാൻ അറിയുന്നു എന്നുള്ള ഒരു ഗ്രഹണമുണ്ടാവുകയാണ്. ഇതില് ഈ അറിയുന്ന അറിവ് ഈ ശരീരത്തിന്റെയോ മനസ്സിന്റെയോ ബുദ്ധിയുടെയോ ഇന്ദ്രിയങ്ങളുടെയോ ഒന്നുമല്ല. ഈ അറിവ് ഈശ്വരന്റെയാണ്. ഈശ്വരൻ എന്നിവിടെ പറഞ്ഞു സുരേശ്വരാചാര്യർ. ആത്മാ എന്നുള്ളതിനെ തന്നെ ഈശ്വരൻ എന്നുള്ള പദം കൊണ്ട് പറഞ്ഞു. ഈശ്വരശ്ച അഹമിത്യേവം ഭാസതേ സർവജന്തുഷു. നമ്മളിത് ഇന്നലെ കണ്ടതാണ്. എല്ലാവരുടെ ഉള്ളിലും ഞാൻ എന്ന് ഈശ്വരൻ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞു. ഈശ്വരശ്ച അഹമിത്യേവ ഭാസതേ സർവജന്തുഷു. ഇത്രയും പറഞ്ഞിട്ട് അപ്പൊ ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ അറിയണില്ലല്ലോ എന്നുവെച്ചാൽ നിർവികൽപശ്ച ശുദ്ധശ്ച മലിനശ്ചേതി അഹം ത്രിധാം. അത് നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ വാർത്തികത്തിലെ ഏറ്റവും മുഖ്യമായ അംശമാണ് ഇത് പറഞ്ഞത്. സുരേശ്വരാചാര്യർ പറഞ്ഞു എല്ലാവർക്കും ഞാൻ എന്നുള്ളതുണ്ട്. പക്ഷെ ഈ ഞാൻ എന്നുള്ളത് ഈശ്വരനായിട്ടൊന്നും അനുഭവപ്പെടുന്നില്ലല്ലോ. അതൊരു ഏറ്റവും തുച്ഛമായ ഒരു അനുഭവമല്ലേ ഉള്ളൂ. അപ്പോഴാണ് പറഞ്ഞത് നമ്മളുടെ അനുഭവത്തിനെ മലിനമായ അഹം എന്ന് പറഞ്ഞു. സൂര്യനെ മുഴുവനും മേഘമൊക്കെ മറച്ചിരിക്കുമ്പോ സൂര്യവെളിച്ചം കാണാതാവണ പോലെ ഈ അഹം കാമം ക്രോധം മുതലായിട്ടുള്ളത് കൊണ്ടൊക്കെ മറയ്ക്കപ്പെട്ടിരിക്കുമ്പോ ദേഹേന്ദ്രിയാദി സംസർഗാത് മലിനം കലുഷീകൃതം യഥാ ആകാശം തമോരൂഢം സ്ഫുരതി അനവകാശവത്ത്. ദേഹം, ഇന്ദ്രിയങ്ങള്, മനസ്സ് ഇതിനോടുള്ളൊക്കെ സംസർഗം കാരണം കലുഷീകൃതം. അതിന്റെ വിഷമങ്ങളൊക്കെ നമ്മളുടെ വിഷമങ്ങളായിട്ട് തോന്നുകയാണ്. അതുമായിട്ടൊക്കെ കലങ്ങിക്കിടക്കുന്നത് മലിനമായ അഹം. ഈ അഹം തന്നെ വിചാരം ചെയ്യുന്നവന്, ആത്മവിചാരം ചെയ്യുന്നവന് വിവേചനം ചെയ്യപ്പെടുമ്പോ വിവേകസമയേ ശുദ്ധം ദേഹാദീനാം വ്യപോഹനാത്. ധ്യാനം ചെയ്യുമ്പോൾ മാത്രം, സമാധി പരിശീലനം ചെയ്യുമ്പോൾ മാത്രം ഏകാന്തമായിട്ടിരുന്ന് പിരിച്ച് ഈ ശരീരം ഞാനല്ല, മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, അഹങ്കാരം ഞാനല്ല എന്ന് പിരിച്ച് ഈ ഞാൻ എന്നുള്ളതിനെ കുറച്ച് ശുദ്ധമായിട്ട് അകത്ത് കാണുന്നു. യഥാ അന്തരീക്ഷം സംക്ഷിപ്തം നക്ഷത്രൈഹി കിഞ്ചിദീക്ഷ്യത്തെ. അന്തരീക്ഷം നക്ഷത്രങ്ങൾ കൊണ്ട് മറയ്ക്കപ്പെട്ട പോലെ തോന്നിയാലും കുറഞ്ഞൊന്ന് കാണപ്പെടുന്നത് പോലെ, അതുപോലെ വിവേകം ചെയ്യുമ്പോൾ, വിചാരം ചെയ്യുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു സ്ഫൂർത്തി, ഉള്ളിലൊരു പ്രകാശം, ഉള്ളിലൊരു ആനന്ദം ഉണ്ടാവണു. അത് ശുദ്ധം. അത് തന്നെ നിരന്തര മനന നിധിധ്യാസനങ്ങളുടെ ഫലമായിട്ട് നിർവികൽപ്പം പരം ബ്രഹ്മ
നിർധൂത അഖില കൽപ്പനം ധൂളി അന്ധകാര ധൂമാഭ്ര നിർമുക്ത ഗഗനോപമം. ഇതാണ് ഇന്നലെ ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്നലെ നിർവികൽപ്പം പരം ബ്രഹ്മ നിർധൂത അഖില കൽപ്പനം എന്ന് വെച്ചാൽ എല്ലാ കൽപ്പനകളും അതിന്റെ മേലെ കയറ്റി വെച്ചിരിക്കുന്ന ഇമേജസ് ഒക്കെ പോയി. ഇതിനെയാണ് ശരിക്കും പതഞ്ജലി യോഗസൂത്രത്തിൽ യോഗം എന്ന് പറയുന്നത്. ചിത്തവൃത്തി നിരോധ തഥാ ദ്രഷ്ടുസ്വരൂപേ അവസ്ഥാനം. ചിത്തവൃത്തി നിരോധം എന്ന് പറഞ്ഞാൽ ഈ അഭിമാനവൃത്തികൾ യാതൊന്നും തന്നെ ഈ അഹം എന്ന ചിത്തിനെ മറയ്ക്കുന്നേയില്ല. ഒന്നും കളങ്കപ്പെടുത്തുന്നില്ല. അതാണ് ഭഗവാൻ ജ്ഞാനാര വിചാരത്തില് ഓരോ ചിത്തവൃത്തി വരുമ്പോഴും ജാഗ്രതയായി അതിന്റെ അവസാനം കാണാൻ യത്നിക്കാതെ, ഇതാണ് ഭഗവാന്റെ വാക്ക്. നമ്മൾ എന്ത് ചെയ്യും? ചിത്തവൃത്തിയുടെ പുറകെ പോയി കളയും. ചിത്തവൃത്തി വരുമ്പോ യു ഐഡന്റിഫൈ വിത്ത് ഇറ്റ് ഓർ യു വാണ്ട് ടു കംപ്ലീറ്റ് ഇറ്റ്. അതിന്റെ കൂടെ പോകാതെ, അതിനോട് താതാത്മ്യം പ്രാപിക്കാതെ, അതിന്റെ ഗുണദോഷങ്ങൾ വിചാരിക്കാതെ, നല്ല ചിത്തവൃത്തി ചീത്ത ചിത്തവൃത്തി എന്നൊന്നും വിശേഷിപ്പിക്കാതെ ഈ വൃത്തികളൊക്കെ തന്നെ ആർക്ക് വരണു? എനിക്ക് വരണു. എന്ത് വൃത്തിയാവട്ടെ, ഇത് നമുക്ക് പഴക്കമില്ല. അങ്ങനെ അല്ലേ? ഇങ്ങനെ ഒരു പഴക്കം നമുക്കില്ലല്ലോ. നമുക്ക് ചിന്തിച്ചാണോ പഴക്കം. ചിന്ത വന്നാൽ ചിന്തിക്കും, അത്രേ നമുക്ക് അറിയുള്ളൂ. ഇപ്പൊ പുതിയ ഒരു പഴക്കത്തിനെ പറയണു, ഇങ്ങനെ അഭ്യാസം ചെയ്യാതെ സാക്ഷാത്കാരം ഉണ്ടാവില്ല എന്നുള്ള ശാഠ്യമാണ് ഭഗവാൻ. ഞാനാര് എന്നുള്ള വിചാരത്തിലൂടെ അല്ലാതെ ജ്ഞാനം സാക്ഷാത്കാരം ഉണ്ടാവില്ല എന്നാണ്. എന്താന്ന് വെച്ചാൽ ആത്മാ നിത്യസിദ്ധമാണ്. പക്ഷേ നമ്മളുടെ പഴക്കം എന്താന്ന് വെച്ചാൽ വൃത്തി സാരൂപ്യം വന്നു പോയിരിക്കുന്നു. എന്ത് വൃത്തി വന്നാലും തോട്ട് വന്നാലും അതിന്റെ കൂടെ പോകും, അതായിട്ട് തീരും. ഈ ഒരു ഹാബിറ്റ് യു ഹാവ് ടു റിവേഴ്സ് ഇറ്റ്. അതിന്ന് പുറത്ത് യു ഹാവ് ടു റിഗിൾ ഔട്ട്. അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരണം. ഇപ്പോ ഇങ്ങനെ ചെയ്യും. ഒരു ഏടാകൂടം കുഴപ്പമുണ്ടാക്കി വെച്ചിരിക്കണു, അതൊന്ന് പുറത്തു വരണമല്ലോ. ആ പഴക്കം മാറ്റണമല്ലോ. ആ പഴക്കം എങ്ങനെ മാറ്റും? അപ്പോ ചിത്തവൃത്തികളൊക്കെ വരുമ്പോഴും വൃത്തികളുടെ ക്വാളിറ്റിയോ വൃത്തിയെക്കുറിച്ചോ ഒന്നും കൺസേൺഡ് അല്ല. വളരെ ജാഗ്രതയോടുകൂടെ ശ്രദ്ധിക്കുമ്പോൾ ഒരു ഞാൻ ഇതിന് പുറകിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. സെന്റർ from where the psychic force shoots out. ആ സെന്ററില് ശാന്തിയാണ്, മണിദ്വീപമാണ് നമ്മളന്ന് പറഞ്ഞ പോലെ. സർക്കംഫറൻസിൽ വന്ന എല്ലാ പ്രോബ്ലമും ഉണ്ട്. അക്ഷരമണമാലയിൽ ഭഗവാൻ പറഞ്ഞു, ശയ്യന തള്ളിർ ശൈവിനെ ഷുടും അലാൽ ഉയ്വകയെ തുറൈ അരുണാചല. അരുണാചലേശ്വര ആരാ? താനേ താനേ തത്വമിതനെ താനേ കാട്ടുവായ അരുണാചല. ഈ അന്തര്യാമി ഹൃദയസ്ഥ ചൈതന്യമാണല്ലോ അരുണാചലേശ്വരൻ. ആ ഹൃദയസ്ഥ ചൈതന്യമായ അരുണാചലേശ്വരനോട് പറയാണ്, ഈ മനസ്സിനെ അവിടെ തന്നെ പിടിച്ചു വെച്ചോളാന്നാണ്. അവിടുന്ന് പുറത്തു വിട്ടാൽ ശയ്യന തള്ളിർ എന്ന് വെച്ചാൽ ആ സെന്ററിൽ നിന്ന് പുറത്തേക്ക് ഈ ചിത്തത്തിനെ തള്ളിയാൽ ശൈവിനെ ചുടും. പല ആളുകളുണ്ട് പിടിച്ചുകൊണ്ട് പോവാൻ. പലവിധ വിഷമങ്ങളുണ്ടാവും. പൂർവകർമ്മങ്ങളുടെ ഹാബിറ്റിന്റെ കുഴപ്പങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഉയ്വകയേതുരൈ അരുണാചല. എനിക്ക് രക്ഷപ്പെടാൻ എന്താ വഴി? ഫ്രീഡം എവിടെ? സർക്കംഫറൻസിൽ ഫ്രീഡമേ ഇല്ല. മായ എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസ്, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ സെന്റർ, അത്രയേ ഉള്ളൂ.
ഇഫ് യു ആർ സെന്റേർഡ്, സൃഷ്ടിയേ ഇല്ല. സർക്കംഫറൻസിൽ വന്നാലോ രക്ഷപ്പെടാനേ വഴിയില്ല. ഇവിടെ മുഴുവൻ പ്രശ്നങ്ങളാണ്. സർക്കംഫറൻസിലേക്ക് വരുന്ന ശക്തി എന്താ? തോട്ട്. ഓരോ തോട്ടിന്റെ മേലെയും സൈക്കിളിൽ കയറി പോണ പോലെ നമ്മൾ വരും. ഈ തോട്ടൊക്കെ ആർക്ക് വരുന്നു? എനിക്ക്, ഞാനാണ് ചിന്തിക്കുന്നവനാര്? ഞാൻ ചിന്തിക്കുന്നു. ഈ ഞാനാര്? ഈ ചിന്തിക്കുന്ന ഞാൻ എന്താണ് എന്ന് വീണ്ടും വീണ്ടും ചിത്തത്തിൽ നിന്നും ചിത്തിലേക്ക് തിരിഞ്ഞ് സാധാരണ വേദാന്ത സമ്പ്രദായത്തിൽ പറയുന്നത് ജഡത്തിനെ നിഷേധിച്ചുകൊണ്ടേയിരിക്കുക. ഭഗവാൻ പറയണത് ചിത്തിനെ ഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക എന്നാണ്. സാധാരണ സമ്പ്രദായം ജഡത്തിനെ നിഷേധിച്ചുകൊണ്ടേയിരിക്കും. ഭഗവാൻ പറയണു ജഡത്തിനെ എന്തിനു നിഷേധിക്കണം? ചിത്ത് ഗ്രഹിച്ചോളാം. ഇത്തിരി വിഷമം ആണെങ്കിലും നേരിട്ട് ചിത്തിനെ പോയി ഗ്രഹിച്ച ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ അനുഭവം ഉണ്ടാവും. മറ്റേത് ജഡത്തിനെയൊക്കെ നിഷേധിച്ചിട്ട് അവസാനമാണ് നിങ്ങൾക്ക് അനുഭവം. ചിത്തിനെ ഗ്രഹിക്കുമ്പോ ഇത്തിരി ഒരു സ്പാർക്കാണെങ്കിലും ഫ്രം ദ വെരി സ്റ്റെപ്പ് യു ആർ ഹോൾഡിംഗ് ടു ദ അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ്. ഒരു സ്പെക്കാണെങ്കിലും അതെ, ഒരു പൊടിയാണ്. ഒരു രൂപ കൊണ്ടുണ്ടാക്കിയതാണ് 1 കോടി രൂപ, അല്ലേ? അനേകം 1 രൂപകൾ കൊണ്ടുണ്ടാക്കിയതാണ് 1 കോടി രൂപ. അതുപോലെ ഇപ്പൊ സത്സംഗത്തിൽ ഉണ്ടാകുമ്പോൾ ഒരു ക്ഷണനേരത്തേക്കൊരു ആ സത്തിന്റെ സ്ഫൂർത്തി ഉണ്ടെങ്കിൽ അത് ആ സാക്ഷാത്കാരത്തിന്റെ 1 രൂപയാണത്. അത് ക്ഷണം 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 പ്രതിബോധവിധിതം മതം പൂർണ്ണമാവും. അല്ലാതെ ഇതൊക്കെ നീക്കം ചെയ്ത് അവസാനം അനുഭവമല്ല. അനുഭവത്തിൽ തന്നെ ആരംഭം. ആദ്യം തന്നെ ചിത്തിങ്ങനെ ഗ്രഹിക്കാൻ വയ്യല്ലോ. ഒരേ ബഹളാണ് ഉള്ളിൽ പോയ. പുറത്തുള്ളതിനേക്കാളും ട്രാഫിക് ജാം. വിദ്യാരണ്യസ്വാമി പറഞ്ഞു, വേദപാഠശാലയിൽ വേദം പഠിക്കുന്ന തന്റെ മകനെ കാണാൻ അച്ഛൻ പോകുന്നു. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അവിടെ 50 കുട്ടികൾ വേദം ചൊല്ലണം. അതിൽ ഇയാളുടെ മകനുമുണ്ട്. അപ്പൊ കുറേ നേരം കേട്ടപ്പോ ഇയാളുടെ മകന്റെ ശബ്ദം മാത്രം അദ്ദേഹം പിടിച്ചെടുത്തു ആ കൂട്ടത്തിന്റെ നടുവിൽ നിന്ന്. എല്ലാരും ചൊല്ലുന്നുണ്ട്. ഈ 49 നിന്നും ഇയാളുടെ മകന്റെ ശബ്ദം മാത്രം ഇയാൾ പിടിച്ചെടുത്തു. ഇതുപോലെ അകത്ത് പലവിധ വൃത്തികളും ചിത്തവൃത്തികളും വികാരങ്ങളും ഒക്കെ വന്നും പോയും കൊണ്ടിരിക്കുന്നതിന് നടുവില് ഈ ചിദ്വൃത്തി, അഹംവൃത്തി, ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപത്തിനെ മാത്രം ഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മറ്റുള്ളതൊന്നും മാറ്റണ്ട. ആ കുപ്പയുടെ നടുവിലും ഈ ചിത്തിനെ ഇങ്ങനെ ഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഗ്രഹിച്ച് അതിൽ നിലകൊണ്ട് അതിൽ നിഷ്ഠമാകുമ്പോ നിർവികൽപ്പം പരംബ്രഹ്മ നിർധൂത അഖില കൽപ്പനം. അതിന്റെ മേലെ കയറ്റിവെച്ച കൽപ്പനകളൊന്നും ഇപ്പില്ല. ഞാൻ ഇതാണ്, ഞാൻ അതാണ്, ഒന്നും ആവണില്ല. അതും ഇതുമല്ല, അസദർത്ഥമല്ല. അഹം സച്ചിദമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസദിതി പ്രതിപത്തി അറ്റ് സത് ഓമിതി മൃദുവായി മൃദുവായി അമർന്നിടേണം. അതും ഇതുമല്ല എന്നുവെച്ചാൽ ഈ ചിത്ത് എന്താണ്? അത് ഞാൻ ഇതാണ്, അതാണ്. അനേകം അധ്യാസങ്ങൾ അതിൽ വരും. ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാതിവർത്തിയത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി. അതിലെന്തൊക്കെ കൽപ്പനകളുണ്ടോ ആ കൽപ്പനകളൊക്കെ എടുത്തു മാറ്റി. ജാതി, മതം, വർണ്ണം, ആശ്രമം മാത്രമല്ല, ഓരോ ക്ഷണത്തിലും കൽപ്പന. അച്ഛൻ, അമ്മ, ബന്ധുക്കൾ, ഇത് ശരീരം, ഞാൻ ഇത് ചെയ്യണം, അത് ചെയ്യണം, ഉണരണം, ഇന്നി ഉറങ്ങണം, ഭുജിച്ചീഴണം, അശനം പുണരേണം എന്നിവണ്ണം അണയും അനേക വികൽപ്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാര രൂപം. ഇതിലുണ്ട് അതിന്റെ മർമ്മം. ഇവിടെ നോക്കൂ, നിർവികൽപ്പം എന്നാണ്. വികല്പം എന്താണെന്ന് വെച്ചാൽ ഇതാണ്, മൊമെന്റ് ബൈ മൊമെന്റ് ഈ പ്രോസസ് നടന്നുകൊണ്ടിരിക്കും. ഇനി ഇവിടുന്ന് പോയിട്ട് അവിടെ പോയിട്ട് ഊണ് കഴിക്കണം,
രാത്രി കിടക്കണം, അത് കഴിഞ്ഞ് രാവിലെ ഇത്ര സമയത്ത് എഴുന്നേൽക്കണം, അത് കഴിഞ്ഞ് ഇത് ചെയ്യണം, പിന്നെ നാളെ അയാൾ കാണാൻ വരും, അയാളുടെ അടുത്ത് ഇങ്ങനെ വർത്തമാനം പറയണം, ഇന്ന വ്യവഹാരം ചെയ്യണം, ഉണരണമെന്നി ഉറങ്ങണം, ഭുജിച്ചീടണം, അശനം പുണരേണമെന്നിവണ്ണം അണയും അനേക വികൽപ്പം. ഇതൊന്നും ചെയ്യണ്ടെന്നല്ല, ഈ ചെയ്യുന്ന ഈ ശരീരാദി ഉപാധികളോടുകൂടെ സംബന്ധം. തന്നൈ ഉപാധി വിട്ട് ഓർവത് താൻ ഈശൻ തന്നൈ ഉണർവതാം ഉന്തീപര, താനായി അമർവതാൽ ഉന്തീപര. തന്നൈ ഉപാധി വിട്ട് ഓർവത്, സംസ്കൃതത്തില് വേഷഹാനത എന്ന് പറഞ്ഞ് ഒരുമാതിരി പോയത്, തമിഴിൽ വളരെ ക്ലിയർ. തന്നൈ ഉപാധി വിട്ട് ഓർവത് താൻ ഈശൻ തന്നൈ ഉണർവതാം. ഈ ഞാൻ എന്ന് പറയണതിനെ ഉപാധിയൊക്കെ നീക്കിയിട്ട്, ഒരു ഉപാധി എന്ന് വെച്ചാൽ അതിന്റെ മേലെ എന്ത് കയറിയിരുന്നാലും ഉപാധിയാണ്. ഞാൻ ഇത് ചെയ്യണം, ഞാൻ അത് ചെയ്യണം, അതാണ്. അതും ഇതുമല്ല, ഒക്കെ തള്ളിക്കളഞ്ഞ പിന്നെ ഞാൻ ആരാ? ഞാൻ ശൂന്യം, അസദർത്ഥമല്ല, ശൂന്യമല്ല. പിന്നെന്താ? സച്ചിദമൃതം. അത് സത്ത്, ചിത്ത്, അമൃതം, ആനന്ദം, സുവ്യക്തമായ സുസ്ഫുടമായ അനുഭൂതിയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ നാരായണ ഗുരുവിനെയാണ് ബുദ്ധമതക്കാരനാക്കാൻ നോക്കുന്നത് ആളുകൾ. അസദർത്ഥമല്ല, അതൊരു ശൂന്യമൊന്നുമല്ല, സച്ചിദമൃതമെന്നു തെളിഞ്ഞു ധീരനായി. അതിൽ തെളിവ് വന്ന് ധീരനായി. സദസദിതി പ്രതിപത്തി അറ്റ്. അത് സത്തോ അസത്തോ, ഉള്ളതോ നല്ലതോ ചീത്തയോ ഒന്നുമല്ല, എല്ലാ പ്രതിപത്തിയും വിട്ട് യാതൊരു സത്തുണ്ടോ, ഇരുപ്പുണ്ടോ, അത് അറിവെന്നുള്ളതും അഹമെന്നുള്ളതും രണ്ടല്ലാതെ നിൽക്കും. ആവരണമൊഴിഞ്ഞവൻ അന്യനുണ്ടു വാദം. ആവരണം പോയി. ആവരണം എന്താ? ഈ അഹത്തിനെ മറച്ചിരിക്കുന്നത് മുഴുവൻ നീങ്ങിക്കഴിഞ്ഞപ്പോ ഈ അഹം എന്നുള്ളത് എങ്ങനെ പ്രകാശിക്കണു? നിർവികൽപ്പം പരം ബ്രഹ്മ നിർധൂത അഖില കൽപ്പനം. എല്ലാ കൽപ്പനകളും നിർധൂതം. അങ്ങനെ ഈ ചിത്തിലുള്ള കൽപ്പനകളെ തുടച്ചു നീക്കിയ ആളാണ് അവധൂതൻ. ലോകത്തിൽ അവധൂതനാണെങ്കിൽ വസ്ത്രമില്ലാതെ നടന്ന അവധൂതനായി കളയും. അവധൂതൻ എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടേയിരിക്കുന്ന ആൾ. എങ്ങനെയൊക്കെയാണ് ആളുകൾ ധരിക്കുക? അവധൂതൻ ആരാണ്? നിർധൂത അഖില കൽപ്പന. എല്ലാ ഈ ചിത്തിലുള്ള സകല കൽപ്പനകളും നീക്കി താൻ ചിന്മാത്രമായ വസ്തുവായിട്ടിരിക്കുന്നവനാണ് അവധൂനനം ചെയ്ത അവധൂതൻ. അല്ലാതെ കോണ കൊടുത്ത് നടക്കുന്ന ആളോ വസ്ത്രം ഉടുക്കാതെ നടക്കുന്നത് കൊണ്ട് മാത്രം ഒരാള് അവധൂതനായാൽ ഭ്രാന്ത് പിടിക്കണവരൊക്കെ അവധൂതന്മാരാവും, കള്ളുകുടിയന്മാരൊക്കെ അവധൂതന്മാരാവും. ചിലപ്പോ കള്ളുകുടിച്ച് വരുമ്പോ വീട്ടിൽ വരുമ്പോ വസ്ത്രമൊന്നും ഉണ്ടാവില്ല, അവധൂതനാവോ? നാട് ചുറ്റിക്കൊണ്ടേയിരുന്ന അവധൂതനാവോ? ഇല്ല അല്ലേ? ഇതാണ് അവധൂതൻ. ആരാണ്? നിർധൂത അഖില കൽപ്പനം. ഈ ആത്മാവിൽ ഒരു കൽപ്പനയും ഇല്ല. അവിടെ ചിന്മാത്രമായ ഒരു സംശയവും തന്റെ അനുഭവത്തിലില്ല എന്നർത്ഥം. താൻ നിരന്തരം സദാ അതുമാത്രമായിട്ടിരിക്കണു. അതിൽ സംശയമില്ല, അതിൽ വിപരീത ഭാവനയില്ല, അതിൽ അജ്ഞാനമില്ല. തനിക്ക് അറിഞ്ഞുവോ അറിഞ്ഞില്ലയോ? ചിലർ ചോദിക്കും, ഇത് അറിഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും എന്ന് ചോദിക്കും. അറിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുമൊന്നും വേണ്ട, അത് തന്നെ പറയും. അതിന്റെ സ്വഭാവം തന്നെ സംശയമില്ലായ്മയാണ്. അത് പറഞ്ഞു എന്നെങ്ങനെ അറിയും? അറിഞ്ഞു എന്ന് അറിയുമെന്ന് ആവശ്യമൊന്നും വേണ്ട. അത് കണ്ണിന് കാണുന്ന ശക്തി പോലെ അതിന്റെ നേച്ചർ തന്നെ കൺവിക്ഷനാണ്. അല്ലാതെ അരയും കുറയുമായിട്ട് അറിഞ്ഞിട്ട് ബോർഡൊന്നും വെക്കാൻ പുറപ്പെടരുത്. ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് എല്ലാ കൽപ്പനകളെയും എടുത്തു കളയണതാണ്. ചിലപ്പോ അല്ലെങ്കിൽ എന്താവും, ഞാൻ അറിഞ്ഞു എന്ന് പറയുന്നത് തന്നെ ഒരു കൽപ്പനയാവും. വെറുതെ കൽപ്പന വേറൊരു വിധത്തിൽ വരും. എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ അറിഞ്ഞു കഴിഞ്ഞു, ഇന്ന സമയത്ത് എനിക്ക് സാക്ഷാത്കാരം ഉണ്ടായി എന്ന് പറഞ്ഞ് ഇന്നത്തെ കാലത്ത് എന്താണെന്ന് വെച്ചാൽ അത് ഉടനെ ഒരു പുസ്തകം അതിന്റെ പേരിൽ എഴുതും. എനിക്ക് ഇന്ന ദിവസം ഒരു സാക്ഷാത്കാരം ഉണ്ടായി. അത് 2-3 പേരെടുത്തും സർട്ടിഫിക്കറ്റും വാങ്ങിച്ച് ഇന്റർനെറ്റ് ഗുരുവായി കളയും. ഇന്ന് മുഴുവൻ ഇന്റർനെറ്റ് ഗുരുവാണ്. അവർക്ക് ഇന്റർനെറ്റ് ശിഷ്യന്മാരും ഇന്റർനെറ്റ് ഗുരുക്കന്മാരും. ഗുരുവിനെ ശിഷ്യനും കണ്ടിട്ടില്ല, ശിഷ്യനെ ഗുരുവും കണ്ടിട്ടില്ല. ഇവിടുന്ന് പണം അങ്ങടയ്ക്ക് പോയിക്കൊള്ളും. സാക്ഷാത്കാരം നെറ്റിലൂടെ അയച്ചു കൊടുക്കും, ഇമെയിൽ ചെയ്തു കൊടുക്കും. ഞാൻ തമാശ പറയല്ല, ഇതൊക്കെ തന്നെ പ്രഹസനമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോ. സാക്ഷാത്കാരം എന്ന് പറയുമ്പോ ഉടനെ അതൊരു
അതിലൊരു കവികൽപ്പന വന്നു പോവാണ് ആളുകൾക്ക്. അത് കവികൽപ്പനയൊന്നുമല്ല, നിങ്ങളുടെ ഉള്ളിലാണ് കൺവിക്ഷൻ വരേണ്ടത്. അല്ലാതെ ഞാൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം? ലോകം മുഴുവൻ എന്നെക്കുറിച്ച് പറഞ്ഞിട്ട് എനിക്കെന്ത് പ്രയോജനം? ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് നിങ്ങളാണ് സാക്ഷാത് ബുദ്ധൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ല പ്രയോജനമുണ്ടോ? ഋഷികേശിൽ ഒരു സ്വാമി ഉണ്ടായിരുന്നു, ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞാണെന്ന് തോന്നുന്നു, പറഞ്ഞിട്ടുണ്ടോ അല്ലേ? ഒരു 80 വയസ്സായ ആള് അവസാനത്തിന് അത് ശതാഭിഷേകത്തിന് ആളുകളൊക്കെ കൂടെ ആരത്തി ഒഴിയലും ശിഷ്യന്മാരൊക്കെ കഴിഞ്ഞ് അനുഗ്രഹ പ്രഭാഷണത്തിന് മൈക്ക് കൊടുത്തു. അപ്പൊ സ്വാമി പറഞ്ഞു, ഞാനിപ്പോ എന്താ പറയണ്ടത് വെച്ചു. അല്ലല്ല സ്വാമി, ഞങ്ങൾക്ക് അനുഗ്രഹ പ്രഭാഷണം ചെയ്യണം. ശിഷ്യന്മാരൊക്കെ കൂടെ ആരത്തിയൊക്കെ പാട്ടൊക്കെ പാടി അദ്ദേഹത്തിനെ കുറിച്ച്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളിപ്പോ ലക്ഷക്കണക്കിന് പേര്, നിങ്ങൾക്ക് സമയമുണ്ട്, എന്നെക്കുറിച്ച് എന്തൊക്കെയോ പാട്ടൊക്കെ പാടി. എനിക്കാണെങ്കിലോ വയസ്സായി, ഒന്നിനും മുട്ടിയിട്ട് കുറെ നേരമായി, എഴുന്നേക്കാൻ നിർത്തിയില്ല അവിടുന്ന്. പക്ഷേ ഇവിടെ ഇതിലിപ്പോ നിങ്ങൾ വിചാരിക്കണം എനിക്ക് വല്ല സുഖം ഉണ്ടെന്നാണല്ലോ. നിങ്ങൾ പറഞ്ഞ് പിടിച്ചിരുത്തിയിട്ട് ഞാനിങ്ങനെ 1.5 മണിക്കൂറായിട്ട് ഇവിടെ ഇരിക്കണു. വയസ്സായി കഴിഞ്ഞു, വയസ്സായ ശരീരം, എണീക്കാനും വയ്യ. നിങ്ങൾ ആരത്തി പാടുകയാണ്. ഈ ആരത്തിയാണ് 1 മണിക്കൂർ വയസ്സായ ആൾക്ക്. ഈ പേരും പ്രസിദ്ധിയും ഒക്കെ തന്നെ വെറും കോമാളിത്തരാണ്. ഇതൊന്നും ആവശ്യമില്ല. അറിയേണ്ടത് അറിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ അടുത്ത് പറയണം, സന്തോഷമായി. അല്ലാതെ പത്രക്കാർ പറഞ്ഞിട്ടോ മാഗസീൻ റിപ്പോർട്ടേഴ്സ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ അധ്യാത്മത്തിൽ വേറെ ആരെങ്കിലും പ്രസിദ്ധരായിട്ടുള്ള ആളുകൾ നിങ്ങൾ എനിക്കൊരു സർട്ടിഫിക്കറ്റ് തരൂ, അവരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് വേണ്ട. നിങ്ങളുടെ ഹൃദയത്തിൽ വരണം ആ കൺവിക്ഷൻ. അത് വന്നു കഴിഞ്ഞാൽ ആളെ പിടിക്കാൻ ഓടേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതൊക്കെ ഇപ്പോ എന്തിനാ പറയണമെന്ന് വെച്ചാൽ, നിർധൂത അഖില കൽപ്പനം, ഒരു കൽപ്പനകളും ഈ ചൈതന്യത്തിന്റെ മേലെ സത്യമറിഞ്ഞവൻ കയറ്റി വയ്ക്കുന്നില്ല. എല്ലാ കൽപ്പനകളും അവിടുന്ന് അഴിച്ചുവിട്ടു. ഉള്ളിലുള്ള ഒരു ഇമേജും ഇല്ല. താൻ എന്താണോ അതാണ്, അത്രയേ ഉള്ളൂ. നമ്മുടെ ഭഗവാൻ എടുത്ത് പലരും പറയും. ഒരാൾ വന്ന് പറഞ്ഞു, ഭഗവാനെ ഞാൻ 2-3 ദിവസമായിട്ട് സ്വാമി നിങ്ങളുടെ അടുത്ത് വന്നിരിക്കണു, നിങ്ങൾ എന്നെ നോക്കണേ ഇല്ലല്ലോ, ഞാൻ എല്ലാം ഉപേക്ഷിച്ച് പരമവൈരാഗ്യത്തോടെ വന്നിരിക്കണു എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്തു. അപ്പൊ ഭഗവാൻ വായിച്ചിട്ട് പറഞ്ഞു, ശരി, നീ വൈരാഗ്യത്തോടെ വന്നിരിക്കണു, സത്യം അറിയാൻ ജിജ്ഞാസയോടെ വന്നിരിക്കുന്നു, എന്റെ വൈരാഗ്യം നിനക്ക് നല്ലത്, നീ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, പലരോടും പറയുന്നുണ്ട്. ഇപ്പൊ എനിക്ക് നീ ഇങ്ങനെ വന്നിരിക്കണമെന്ന് അറിയാനുള്ള സിദ്ധിയൊന്നും എനിക്കില്ല. അപ്പൊ അങ്ങനത്തെ സാധനയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാനിപ്പോ എന്ത് ചെയ്യണം എന്നാ പറയണത്? അയാൾക്കൊരു സ്പെഷ്യലായിട്ടൊരു അറ്റൻഷൻ കൊടുത്തില്ല എന്നുള്ള കംപ്ലൈന്റ് ആണ്. വേറെ ഒരാൾ പറഞ്ഞു, അന്ന് ഭഗവാനല്ലേ, അതുകൊണ്ട് എന്റെ പൂർവ്വജന്മം വരാൻ പോണതൊക്കെ അങ്ങേക്ക് അറിയില്ലേ? അപ്പൊ മഹർഷി പറഞ്ഞു, ഞാൻ ഭഗവാനാണെങ്കിൽ എന്നിൽ നിന്ന് അന്യമായിട്ട് ആരുമില്ല, അപ്പൊ എനിക്കൊന്നും അറിയാൻ പറ്റില്ല. അല്ല, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് എന്തറിയോ അതേ എനിക്കറിയുള്ളൂ, അപ്പോഴും എനിക്കറിയാൻ പറ്റില്ല. രണ്ടാണെങ്കിലും ഒന്നും അറിയാൻ പറ്റില്ല. പലവിധ കൽപ്പനകളാണ് ഈ ജ്ഞാനത്തിന്റെ പുറകിലും ആളുകൾക്കുള്ളത്. ഒരാൾ ചോദിച്ചു, ഈയിടെ കേട്ടൊരു തമാശയാണ്, എവിടെയാ നിങ്ങൾ പോണത്? ഞങ്ങൾ ഇവിടെ നൊച്ചൂർ സ്വാമിയുടെ പ്രഭാഷണത്തിന് പോവാണ് എന്ന് പറഞ്ഞു ഒരാൾ, ഒരു അമ്മയുടെ അടുത്ത്. അവർ പറഞ്ഞു, അദ്ദേഹം ഈ ഭൂമിയിൽ തൊടാതെ ഇങ്ങനെ നിൽക്കുമോ? ചോദിച്ച ആള് സാമാന്യം നല്ല ബുദ്ധിശാലിയും സമൂഹത്തിൽ വളരെയധികം അറിവ് പ്രസിദ്ധിയും ഒക്കെ ഉള്ള ഒരു സ്ത്രീയാണ്. അവരാണ് ചോദിച്ചത്, ഭൂമിയെ ലെവിറ്റേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമോ എന്നാണ്. ഇങ്ങനെ ചെയ്യണവരൊക്കെ ഉണ്ട് കേട്ടോ. അവരൊന്നും ജ്ഞാനികളായി, ജ്ഞാനം ഉണ്ടാവണമെന്നൊന്നുമില്ല, പക്ഷെ അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. അതിന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ സാധന ചെയ്താൽ അത് സാധിക്കുമായിരിക്കും. എന്തൊക്കെയാ ചെയ്യണത് ഇപ്പോൾ ഓരോരോ ആളുകള് ഇന്ന് ലോകത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടുപോകും. നമുക്ക് നേരെ ചൊവ്വേ ഒരു കമ്പ്യൂട്ടർ ഹാൻഡിൽ ചെയ്യാൻ പോലും അറിയണില്ല. ഓരോരുത്തർ എന്തൊക്കെ സാമർഥ്യമാണ് കാണിക്കണത്. ആകാശത്തിൽ പോയി
ബൈക്കിൽ വട്ടം കറങ്ങണു. എന്തൊക്കെയോ വിദ്യകൾ ഇപ്പോൾ നെറ്റിലും ടിവിയിലും ഒക്കെ ഓരോരുത്തർ കാണിക്കണത് കണ്ടു കഴിഞ്ഞാൽ പേടിയാ തോന്നുന്നു അല്ലേ? അതൊക്കെ ജ്ഞാനാണോ? ജ്ഞാനത്തിന് ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അതിനൊക്കെ ഒരുപാട് മെനക്കെടണം, പ്രയത്നിക്കണം. ജ്ഞാനത്തിനാണെങ്കിലോ ചുമ്മാ ഇരു ചൊല്ലറ என்றதுமே അമ്മാ പൊരുളൊன்றுം അറിന്തില്ലനെ. അതുകൊണ്ടാണ് ഈ ഗിന്നസ് ബുക്ക് റെക്കോർഡിലൊക്കെ ഇന്ത്യക്കാരുടെ റെക്കോർഡ് നോക്കിയാൽ ഇങ്ങനത്തെ റെക്കോർഡ്സ് ഒന്നും അധികം ഉണ്ടാവില്ല. നമ്മൾക്ക് മാക്സിമം മീശ കുറെ നീട്ടി വളർത്തുക, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ റെക്കോർഡ്. എന്താന്ന് വെച്ചാൽ മെനക്കെടാനൊന്നും നമുക്ക് പറ്റില്ല. ഋഷികൾ നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് തന്നെ നമുക്ക് സിദ്ധമായിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ചുമ്മാ ഇരിക്കുക. നമ്മൾക്ക് എന്ത് ധർമ്മമോ അത് നമ്മൾ അറിഞ്ഞ് ചെയ്താൽ മതിയല്ലോ. ശാന്തിയോടെ സമാധാനത്തോടെ ഇരുന്നാൽ ലോകം മുഴുവൻ ക്ഷേമമായിട്ടിരിക്കും. അറ്റ്ലീസ്റ്റ് നമ്മൾ ക്ഷേമമായിട്ടിരിക്കും അല്ലേ? നമ്മളെങ്കിലും സമാധാനമായിട്ടിരിക്കും. അതിനെന്ത് വേണം? ഈ അഖില കൽപ്പനം നിർധൂതാഖില കൽപ്പനം, എല്ലാ കൽപ്പനകളെയും ഭ്രമകളെയും ആത്മാവിൽ നിന്ന് നീക്കം ചെയ്യണം. സ്വരൂപത്തില് ഉള്ള കൽപ്പനകൾ മുഴുവൻ നീക്കം ചെയ്യപ്പെടുമ്പോ ധൂളി അന്ധകാര ധൂമ അഭ്ര നിർമുക്ത ഗഗനോപമം. ധൂളി എന്ന് വെച്ചാൽ പൊടി, അന്ധകാരം ഇരുട്ട്, ധൂമം പുക, അഭ്രം മേഘം, ഇതൊന്നുമില്ലാത്ത ആകാശം പോലെ. നമുക്ക് വേണമെങ്കിൽ ഇതിന് ഓരോന്നിനും ഓരോ കാര്യമായിട്ട് പറയാം. അന്ധകാരം എന്ന് വെച്ചാൽ അജ്ഞാന ആവരണം, ധൂളി എന്ന് വെച്ചാൽ പൊടി എന്നുവെച്ചാൽ പലവിധ സംശയങ്ങൾ, ധൂമ്രം പുക എന്ന് വെച്ചാൽ മറ, അറിഞ്ഞില്ലയോ എന്നുള്ളൊരു സംശയം, അഭ്രം കാമം ക്രോധം ലോഭം മോഹം, ഇതൊക്കെ തന്നെ മേഘങ്ങൾ പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് സ്വരൂപത്തിനെ മറച്ചുകൊണ്ടിരിക്കണം. ഈ തടസ്സങ്ങളൊക്കെ പ്രതിബന്ധങ്ങളൊക്കെ നീങ്ങി ആകാശം പോലെ നിർമ്മലമായിട്ടിരിക്കുന്ന ആ സത്യത്തിനെ ശരീരം മനസ്സ് യാതൊന്നിന്റെയും ഉപാധികളുടെ സമ്പർക്കമില്ലാതെ, ശരിക്കും പറഞ്ഞാൽ ആ ചിത്തിനെ ദേഹമൊന്നും തൊടണില്ല, ഇന്ദ്രിയങ്ങളൊന്നും തൊടണില്ല. പക്ഷെ നമ്മൾക്ക് എത്രയോ ജന്മങ്ങളായി അതിന്റെ മേലെ അങ്ങനെ ഒരു ഭാവം കയറിയിരിക്കുന്നത് കൊണ്ട് ഇതൊക്കെ അഫക്റ്റ് ചെയ്യണം, അഥവാ അഫക്റ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നു. ഭാഗവതത്തിൽ പറഞ്ഞു, ഭക്തൻ ആരാണ് എന്നുവെച്ചാൽ ദേഹേന്ദ്രിയ പ്രാണ മനോധിയാം യോ ജന്മാപ്യയക്ഷുദ്ഭയതർഷകൃച്ഛരൈഃ സംസാരധർമ്മൈഃ അവിമുഹ്യമാനഃ സ്മൃത്യാ ഹരേഃ ഭാഗവത പ്രധാനഃ. ആ ഹരിസ്മൃതി കാരണം ദേഹത്തിന്റെ, ഇന്ദ്രിയങ്ങളുടെ, പ്രാണന്റെ, ഇതിന്റെ ഒന്നിന്റെയും സ്വഭാവം ഇയാളെ സ്പർശിക്കണില്ല എന്ന്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും ഇയാളെ സ്പർശിക്കുന്നില്ല. അവനാണ് ഉത്തമ ഭക്തൻ. അഹമിത്യൈശ്വരം ഭാവം യഥാ ജീവ പ്രബുദ്ധ്യതേ സർവജ്ഞ സർവകർത്താ ച തഥാ ജീവോ ഭവിഷ്യതി. ആ ജീവൻ അഹമിതി ഐശ്വരം ഭാവം പ്രതിബുദ്ധ്യത്തെ, ഞാൻ എന്നുള്ളതിന്റെ ഈശ്വരത്വം അറിയണമെന്നാണ്. അതൊരു പലർക്കും വികല്പമുള്ള കാര്യമാണ്. വേദാന്ത വിചാരം ചെയ്ത ആളുകൾ പോലും പറയും, ഞാൻ എന്നുള്ളത് ശുദ്ധ ചൈതന്യമായിട്ട് അറിയാൻ പറ്റും, അല്ലാതെ ഈശ്വരനായിട്ട് അറിയാൻ പറ്റില്ല. അത് ചിത്തായിട്ട് കോൺഷ്യസ്നെസ് ആയിട്ട് അറിയാൻ പറ്റും, അല്ലാതെ സർവജ്ഞനും സർവകർത്താവും സർവാന്തര്യാമിയുമായിട്ടുള്ള ഭഗവാനായിട്ട് ഒരിക്കലും അതിനെ അറിയാൻ പറ്റില്ലെന്ന് നല്ല അദ്വൈത വിചാര ജ്ഞാനമുള്ള യോഗികൾക്ക് പോലും അഭിപ്രായമുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ സുരേശ്വരാചാര്യർ പറയുന്നു, സർവജ്ഞ സർവകർത്താച്ച തഥാ ജീവോ ഭവിഷ്യതി. അത് സാക്ഷാത്കാരേക വേദ്യമായിട്ടുള്ള വിഷയം. അതെന്താ കംപ്ലൈന്റ് വരണമെന്ന് വെച്ചാൽ, സത്യം അറിഞ്ഞു എന്ന് പറഞ്ഞ് ഈ ജ്ഞാനിക്ക് ഈശ്വരത്വം വരുമോ? ഇയാള് ഈശ്വരനായിട്ട് തീരുമോ എന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇയാള് ഈശ്വരൻ, ഇയാള് ഫസ്റ്റ് ഓഫ് ഓൾ ഇയാളല്ല. നിങ്ങളിപ്പോ ഈ ദേഹം മനസ്സ് ബുദ്ധിയോടുകൂടെ കാണുന്ന ഒരാളെ കണ്ടിട്ട് ഇദ്ദേഹത്തിനെയാണ് നിങ്ങൾ ജ്ഞാനി എന്ന് വിളിക്കുന്നത്. ജ്ഞാനിക്ക് അത് തന്റെ സ്വത്വമേ അല്ല, അത് താനേ അല്ല. അവന്റെ സ്വത്വം അകത്തുള്ള ഒരു ചിത്താണ്. ആ ചിത്ത് ഈശ്വര സമ്പർക്കം വരുന്നതിന് ഒരു വിരോധമില്ല. അവിടെ ഈശ്വരത്വം പ്രകാശിക്കുന്നതിന് ഒരു വിരോധമില്ല. ആ ഈശ്വരത്വം ജഗത്തിലെ എല്ലായിടത്തും വ്യാപിച്ച് പ്രകാശിക്കുന്ന പോലെ തന്നെയാണ് രാമകൃഷ്ണദേവൻ പറയുന്നത്. അതുകൊണ്ടാണ് ഭക്തന്റെ ഹൃദയം ഭഗവാന്റെ റിസപ്ഷൻ ഹാളാണെന്നാണ്. എന്നുവെച്ചാൽ ഒരാളെ കാണാൻ പോകുമ്പോൾ
അദ്ദേഹം എവിടെ കാണാൻ പറ്റും എന്ന് വെച്ചാൽ ആ റിസപ്ഷൻ ഹാളിൽ പോയിരിക്കും, അവിടെ കാണാൻ പറ്റും എന്ന് പറയണ പോലെ ഭക്തന്റെ ഹൃദയത്തിൽ ഭഗവാനെ കാണാൻ പറ്റും. ഭഗവാനെ നിർവിശേഷമായ ചൈതന്യത്തിനെ എവിടെ കാണും? ഭക്തനിൽ കാണാം. രമണ ഭഗവാനെ കാണുമ്പോൾ ഹംഫ്രീസ്, അദ്ദേഹത്തിന് വേദാന്തം ഒന്നും അറിയാത്ത ആളാണ്, ഒരു സൈക്കിക് പേഴ്സൺ. അദ്ദേഹം എഴുതുമ്പോ ഇന്റർനാഷണൽ സൈക്കിക് ഗസറ്റിൽ എഴുതുമ്പോ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തപ്പോ പറഞ്ഞു, ഐ വാസ് ഒബ്സർവിംഗ് ഹിം, ഹിസ് ബോഡി വാസ് സോ സ്റ്റിൽ, ഇറ്റ് വാസ് സ്റ്റിൽ ലൈക്ക് എ ഡെഡ് കോർപ്സ്. ഒരു ശവം പോലെ നിശ്ചലമായിട്ടിരിക്കുകയായിരുന്നു. ബട്ട് ത്രൂ ഹിസ് ഐസ് ഗോഡ് വാസ് റേഡിയേറ്റിംഗ് ടെറിഫിക്കലി. ആ ഗോഡ് എന്നുള്ള വാക്കിനും ആ പറയണതിന് എന്താ അർത്ഥം ഒന്നും അറിയില്ല. ഈശ്വരത്വം എന്നുള്ളത് എങ്ങനെയോ വരികയാണ് ആ വാക്ക്. അത് ഉള്ളിൽ നിന്നുള്ള റെക്കഗ്നിഷനാണ്. അല്ലാതെ അയാൾ ഈ വാക്ക് സ്വരൂപിച്ചു വെച്ചതോ വേദാന്തം അറിഞ്ഞ ആളൊന്നും അല്ലല്ലോ. ആ കണ്ണുകളിലൂടെ ഈശ്വരൻ പ്രകാശിക്കുകയാണ്, ഈശ്വരത്വം പ്രകാശിക്കുകയാണ്. അവിദ്യാഖ്യാ തിരോധാന വ്യപായേ പരമേശ്വര. അവിദ്യാഖ്യാ തിരോധാന വ്യപായേ, അവിദ്യ എന്ന് പറയുന്ന തിരോധാനം സ്ക്രീൻ, ആവരണം മറഞ്ഞ് നീങ്ങുമ്പോ പരമേശ്വരൻ സ്വയമേവ പ്രകാശത്തെ ദക്ഷിണാമൂർത്തി രൂപോത്സവം. അയാളെയാണ് ഞങ്ങളിവിടെ സ്തുതിക്കുന്നത് ദക്ഷിണാമൂർത്തിയായിട്ട്. ദക്ഷിണാമൂർത്തി രൂപനായ പരമേശ്വരൻ പ്രകാശിക്കുന്നു. അവിദ്യ എന്ന് പറയുന്നത് അവസാന തിരോധാനമാണ്. നന്ദികേശ്വരൻ ശിവനെ മറച്ചുകൊണ്ടിരിക്കണമെന്ന് കഥ പറയും. നന്ദികേശ്വരൻ ശൈവതത്വത്തിലെ തിരോധാനമലം എന്ന് പറയും. അവസാനമായിട്ട് ഒന്ന് മാറിത്തരൂ എന്ന് പറയും. അവിദ്യാഖ്യാ തിരോധാന വ്യപായേ പരമേശ്വര ദക്ഷിണാമൂർത്തി രൂപോസൗ സ്വയമേവ പ്രകാശത്തെ. ദക്ഷിണാമൂർത്തി രൂപനായ പരമേശ്വരൻ സ്വയമേവ പ്രകാശിക്കണു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം കഴിഞ്ഞു. ഇപ്പോ അഞ്ചാമത്തെ ഉല്ലാസം ബ്രഹ്മാത്മൈകത്വ വിഷയത്തിൽ പ്രത്യക്ഷാദി പ്രമാണാഭാസം കൊണ്ടുണ്ടാകുന്ന വിരോധാശങ്കയെ നാലാം ഉല്ലാസത്തിൽ പരിഹരിച്ചതിന് ശേഷം അഞ്ചാമത്തെ ഉല്ലാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ പലവിധ വാദികളുണ്ട്. വാദികൾ എന്ന് വെച്ചാൽ ഓരോന്ന് പെറുക്കിക്കൊണ്ടുപോകുന്നവരാണ് വാദികൾ. അതായത് സത്യത്തിന് മുമ്പ് പല സ്ഥലങ്ങളിലും പല ഘട്ടത്തിലുള്ള ആളുകളെയും നമുക്ക് സാധകമണ്ഡലത്തിൽ കാണാം. പലരും പല സ്റ്റേറ്റില് അവിടെ നിൽക്കും. അതിൽ ആദ്യത്തെ സ്റ്റേറ്റിൽ, അതായത് ഈ അമ്പലത്തിലേക്ക് പ്രവേശിക്കണ പോലെ ആദ്യത്തെ ഗേറ്റിൽ പ്രവേശിക്കുന്നവരാണ് ചാർവാകന്മാർ. ശരിക്കും പറഞ്ഞാൽ ചാർവാകൻ എന്ന് പറയുന്ന ആളും സുഖാന്വേഷിയാണല്ലോ. അപ്പൊ ചാർവാകനും ശരിക്കും ഒരു വിധത്തിൽ നാസ്തികൻ എന്ന് നമ്മൾ പറയുന്ന ചാർവാകൻ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഈ നമ്മളിപ്പോ കമ്മ്യൂണിസം യുക്തിവാദം ഒക്കെ പറഞ്ഞാലും അവരും ഒരു വിധത്തിൽ സത്യാന്വേഷികളാണ്. എന്താന്ന് വെച്ചാൽ ആദ്യത്തെ സ്റ്റെപ്പിൽ വന്നിട്ട് സത്യത്തിനെ അന്വേഷിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഇവിടെ ദൈവമോ ഒന്നുമില്ല, സുഖമായിട്ടിരിക്കണതാണ് കാര്യം, എല്ലാവരും സുഖമായിട്ടിരിക്കണം. അതിൽ കുറച്ച് നിസ്വാർത്ഥതയുമുണ്ട്. മറ്റുള്ളവൻ സുഖമായിട്ടിരിക്കണം, എല്ലാവരും സുഖമായിട്ടിരിക്കണം, എല്ലാവർക്കും സമത്വം വരണം, എന്തോ ആശയം വെച്ച് പ്രചരിപ്പിച്ചു അല്ലേ. അപ്പൊ ഒക്കെ ഒരു ഉദ്യമമാണ്, ഒരു ഉദ്യമമാണത്. അതുകൊണ്ട് തന്നെ സാധാരണ പറയും 25 വയസ്സിന് മുമ്പ് കമ്മ്യൂണിസം നല്ലവണ്ണം എല്ലാവർക്കും ഇഷ്ടപ്പെടും. If you are not a communist before 25, something is wrong. If you are a communist after 25, something is wrong. ആദ്യം എന്തോ ഒരു നിസ്വാർത്ഥതയ്ക്കാണ്. എല്ലാവരും സമമായിരിക്കണം, എങ്ങനെയൊക്കെ തോന്നും. എല്ലാവർക്കും സമത്വം കൊടുക്കണം, എങ്ങനെയൊക്കെ തോന്നും. അപ്പോ ആദ്യത്തെ ഉദ്യമമാണത്. ആ ഉദ്യമത്തില് ശരീരത്തെ, അതുപോലെയാണ് നാസ്തികൻ. ചാർവാകൻ എന്ന് പറയുന്ന ആള് പറഞ്ഞു, എന്ത് സ്വർഗം നരകം എന്നൊക്കെ പറഞ്ഞ് ജീവിതം നരകാക്കാണ്. ആദ്യം ശരീരത്തിന് സൗഖ്യമായിട്ട് വെക്കാം, എക്സസൈസ് ഒക്കെ ചെയ്യാം. ഇപ്പൊ പല ആളുകളും പറയില്ലേ, യോഗ ഒക്കെ ചെയ്യണത് പോലും സാക്ഷാത്കാരം എന്നുള്ള വാക്കുപോലും അവർ കേട്ടിട്ടുണ്ടാവില്ല. ഒരു യോഗ പഠിക്കണ ഒരു സ്കൂളിലോ ഒരാളുടെ അടുത്ത് ആരോ സാക്ഷാത്കാരം എന്തോ പറഞ്ഞു. അയാൾ പറഞ്ഞു, അതാര് പഠിപ്പിക്കും? അയാളതാര് പഠിപ്പിക്കും ചോദിച്ചു. പല യോഗ ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞു, അതൊരു യോഗ ആണെന്നാണ്. അതാര് പഠിപ്പിക്കുമെന്ന് ചോദിച്ചു. അത്രേ അവർക്ക് അറിയുള്ളൂ. പിന്നെ എന്തിനാ അവർ യോഗ ഒക്കെ ചെയ്യണത്? എക്സസൈസ്, ആരോഗ്യം നന്നായിട്ട് വയ്ക്കാനായിട്ട്.
ആരോഗ്യം നന്നായിട്ട് വെക്കണം. അതുകൊണ്ട് രാവിലെ എണീറ്റ് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ യോഗ ചെയ്യാം, നല്ല സാത്വികമായ ഭക്ഷണം കഴിക്കാം, ഇങ്ങനെ ചിലതൊക്കെ ചെയ്യും അല്ലേ. പിന്നെ ഈ നാസ്തികൻ എങ്ങനെയാന്ന് വെച്ചാൽ അയാൾ പറയണത് സുഖമായിട്ട് ഇരിക്കുക, ഈ ലോകം മാത്രമേ നമുക്ക് അറിയുള്ളൂ, പ്രത്യക്ഷം മാത്രമാണ് പ്രമാണം. സമയത്തിന് ഊണ് കഴിക്കുക, ശരീരത്തിന് നല്ലവണ്ണം നോക്കുക, പൈസ ഇല്ലെങ്കിൽ കടം വാങ്ങിച്ചുള്ള തിരിച്ചു കൊടുക്കൊന്നും വേണ്ട. ഋണം കൃത്വ ഘൃതം പിബേത്. എന്താന്ന് വെച്ചാൽ അവരുടെ വാദം പറയണത് ജീവിക്കാൻ എല്ലാവർക്കും അർഹതയുണ്ട്, അധികമുള്ളവന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചോളുക, കൊടുക്കൊന്നും വേണ്ട എന്നാണ് അവരുടെ വാദം. അവന്റെ കയ്യിൽ ആവശ്യമില്ല, വെറുതെ പൂത്ത് കിടക്കണു, വാങ്ങിച്ചോളുക എന്നാണ് എന്നുള്ള മട്ടാണ്. ഒരു വിദ്വാൻ അങ്ങനെ തന്നെ പറഞ്ഞു, കടം വാങ്ങിക്കും, വാങ്ങിച്ചിട്ട് ഒരാരെ പോയി ചോദിച്ചാൽ അദ്ദേഹം പറയണ തത്വം എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തരാനുള്ളതാണെങ്കിൽ ആ പണം എൻ്റെ അടുത്ത് വരും, അപ്പൊ ഞാൻ തരും. അത് എന്റെ കയ്യിൽ വന്നിട്ടില്ലെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാനുള്ളതല്ല എന്നുള്ളതാണ് ന്യായം. അതുപോലെ ഋണം കൃത്വാഘൃതം പിബേത്, നെയ്യ് കൂട്ടി ഊണ് കഴിക്കണം എന്നാണ്, വെറുതെ കഴിച്ചാൽ പോരാന്നാണ്. നെയ്യ് കൂട്ടി ഊണ് കഴിക്കുക, ആരോഗ്യമായിട്ടിരിക്കുക. അത് കേൾക്കുമ്പോൾ തോന്നുക ഇതാണ് വേണ്ടതെന്ന്. അതാണ് ചാർവാകൻ എന്ന് പേര്. മധുരമായ ചാരുവാചം വാചയത്തി വദതി. മധുരമായി സംസാരിക്കുന്ന ആള് കേൾക്കുമ്പോ തോന്നും ഇതല്ലേ സത്യം, എന്ത് വെറുതെ വേദാന്തം, അത് ഇത് ഈശ്വരൻ, ഇങ്ങനെ ഇരുന്നാ പോരെയെന്ന്. ശരിയാണ്, പക്ഷെ ശ്രമിച്ചു നോക്കൂ, അപ്പം മനസ്സിലാവും നമ്മൾ വിചാരിക്കണ പോലെയല്ല. ഒരുപാട് ശക്തികൾ, ഒപ്പോസിംഗ് ഫോഴ്സസ് ഉണ്ട്. നമ്മൾ വിചാരിക്കണ പോലെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ശരീരത്തിന് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനും പറ്റില്ല. സ്വയം സുഖമായിട്ട് അങ്ങനെ ഇരിക്കാം, ആരോഗ്യമായിട്ടിരിക്കാം. ചിലരൊക്കെ വിചാരിക്കും മാസം മാസം പോയി ചെക്കപ്പ് ചെയ്ത്. എപ്പോഴെങ്കിലും ഒരിക്കൽ ഡോക്ടർ ഒന്ന് പറയും, പറയാതിരിക്കില്ല അയാള്. അന്നത്തെ ദിവസം BP ഉണ്ടെങ്കിൽ അന്ന് മുതൽ BP മരുന്ന് തുടങ്ങും. ആ BP ചിലപ്പോൾ അടുത്ത ദിവസം ഉണ്ടാവില്ല. ഈ ചെക്കപ്പിന് പോണ ആളും ധ്യാനിച്ചുകൊണ്ടേ ആണല്ലോ പോണത് അല്ലേ. BP ചെക്കപ്പിന് പോകുമ്പോൾ BPയെ ധ്യാനിക്കണു. അപ്പൊ എപ്പോഴെങ്കിലും ഉണ്ടാവും. സങ്കൽപ്പയതി അഭിസമ്പദ്യത്തെ. ഇങ്ങനെ ശരീരത്തിനെ ഒക്കെ നമ്മളുടെ സുഖമായിട്ട് വെക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ തന്നെ അതിന് ദുഃഖം വരും. മാത്രല്ല മറ്റുള്ളവർക്ക് സൂക്കേടൊക്കെ വരണം കാണുമ്പോൾ പേടി വരും. ആ പേടി സൂക്കേടിനേക്കാളും ഭയങ്കരമാണ് അല്ലേ. ആ പേടി, അയ്യോ നമുക്ക് എന്തെങ്കിലും വരുമോ, എന്തെങ്കിലും വന്നാൽ നമ്മളെന്നാ. ഒരു കുഴപ്പമില്ലാത്ത ആളുകൾ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യമായിട്ടിരിക്കണം, നാളെ കിടപ്പിലായാൽ എന്ത് ചെയ്തു, നമ്മളെ ആരും നോക്കുന്നു. ഓരോരുത്തർ സമപ്രായക്കാരൊക്കെ വയ്യാതായി കിടക്കണത് കാണുമ്പോൾ ഒരു വേദന, വിഷമം, എനിക്ക് എന്തു പറ്റും എന്നൊക്കെ തോന്നും. അപ്പോഴാണ് ഈ ചാർവാക ഫിലോസഫി ഒന്നും ശരിയാവില്ല. പല ആളുകളും എന്താണോ ഈശ്വരൻ, ആറ്റമാണോ മോളിക്യൂളാണോ എന്ന് എന്റെ കുട്ടിക്കാലത്ത് എന്നോട് ചോദിച്ച ഒരു വിദ്വാൻ 10-25 വർഷത്തിന് ശേഷം ഒരു പച്ചക്കറി കടയിൽ കണ്ടു. ഇവിടുന്ന് ഇതുവരെയ്ക്കും ചന്ദനക്കുറി ഇട്ടിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെയെന്ന് ചോദിച്ചാൽ, അത് ഇപ്പൊ പൂജാ ജപം, അമ്പലത്തിലെ ശാന്തിപ്പണി ഒക്കെയാണ്. എന്തു പറ്റി, എന്തോ ഒരു വിഷമം വന്നു, അപ്പോ മനസ്സിലായി പിടിക്കാൻ വേറെ ഒന്നുമില്ല, എന്തിനോ പോയി പിടിച്ചു. അപ്പൊ ചാർവാകന്റെ ഫിലോസഫി കേൾക്കാൻ നന്നായിരിക്കുമെങ്കിലും പ്രായോഗികത്തിൽ വരുമ്പോ ആടിപ്പോവും. അതാണ് അതിന്റെ കുഴപ്പം. അല്ലെങ്കിൽ തെറ്റൊന്നുമില്ല, അങ്ങനെ എത്ര കാലം നിങ്ങൾക്ക് സൗഖ്യമായിട്ട് ഇരിക്കാൻ പറ്റുമോ ഇരുന്നോളാം. ചാർവാകൻ യോഗത്തിന്റെ ആദ്യത്തെ പടിയാണെന്ന് തന്നെ നമ്മൾ പറയണം. എന്താന്ന് വെച്ചാൽ ചാർവാകനേക്കാളും മോശമാണ് ഇന്നത്തെ ആളുകൾ. ചാർവാകൻ പറയണത് ശരീരത്തിനെ സ്വസ്ഥമായിട്ട് വെക്കുമെന്ന് പറയണു. ഇന്നത്തെ ആളുകൾക്ക് ഊണ് കഴിക്കാനും സമയമില്ല, ഉറങ്ങാനും സമയമില്ല, പണം ഉണ്ടാക്കാൻ വേണ്ടി രാത്രിയില്ല, പകലില്ല, ഒരു എക്സസൈസും ഇല്ല, ഒരു ശാന്തിയുമില്ല, ഒരു ഏകാന്തതയുമില്ല. ഇങ്ങനെ എന്തിനു ഓടി നടക്കണമെന്ന് പോലും അറിയാതെ, ശരീര സൗഖ്യം പോലും ഇല്ലാതെ ഓടി നടക്കുന്ന ഇവർക്ക് ഇത്തിരി ചാർവാകന്റെ മരുന്ന് കൊടുത്താൽ നന്നാവും. ഇവർക്കൊക്കെ ചാർവാക ടോണിക്കാണ് ആദ്യം വേണ്ടത്. അത് കുറെ കഴിയുമ്പോൾ അവർ തന്നെ പഠിക്കും, ഇങ്ങനെ ജീവിച്ചാൽ നമുക്ക് ഒരു അർത്ഥമില്ല. അവസാനം എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഇനി സ്വസ്ഥമായിട്ട് സമയാസമയത്തിന് ഊണ് കഴിക്കണം, ഉറങ്ങണം, ഇരിക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ ശരീരത്തിലേക്കെങ്കിലും വന്നു. അല്ലെങ്കിൽ ശരീരത്തിൽ പോലും വന്നില്ല, ലോകത്തിലാണ് ഇരിക്കുന്നത്.
ശരീരത്തിലേക്കേ വന്നില്ല. അന്നമയമാത്മാനം ഉപസംക്രമ്യ. അന്നമയത്തിലേക്ക് വരണമല്ലോ, എന്നിട്ട് വേണം പ്രാണനിലേക്ക് പോവാൻ, മനസ്സിലേക്ക് പോവാനൊക്കെ അല്ലേ. അപ്പൊ അന്നമയത്തിലേക്കേ വന്നില്ല. ഇയാള് പുറത്ത് ദൃശ്യപദാർത്ഥങ്ങളിലേ ഇരിക്കുകയാണ്. ഈ പേരും പ്രസിദ്ധിയൊക്കെ അങ്ങനെയാണ്. പേരും പ്രസിദ്ധിക്കും പണത്തിനും വേണ്ടിയൊക്കെ ഓടി നടക്കുമ്പോ എന്താ, സമയത്തിന് സമാധാനമായിട്ട് ഉള്ള കാര്യത്തിനുള്ള സമയം പോലും ഇല്ല. അപ്പോ ചാർവാകൻ പറഞ്ഞു, പ്രമാണമേകം പ്രത്യക്ഷം തത്വം ഭൂതചതുഷ്ടയം. അയാൾ പറയണത് 5 ഭൂതമൊന്നുമില്ല, ആര് കണ്ടിരിക്കണു? ആകാശം എന്ന് പറഞ്ഞ ഒരു സാധനത്തിനെ ആരും കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് മണ്ണ്, ജലം, വായു, അഗ്നി, അത്രയേ ഉള്ളൂ. ഭൂതചതുഷ്ടയം, പ്രമാണം 4 ഭൂതങ്ങളാണ്. മരണാത് അന്യഹ മോക്ഷഃ ച ന വിദ്യത്തെ. ചത്തുപോയ മോക്ഷം, മരിച്ചു കഴിഞ്ഞാൽ മോക്ഷം. ഇതിൽ നിന്ന് അതീതമായി നഹി ഖലു ഈശ്വരഃ കർത്ത. ഈശ്വരൻ എന്ന് പറഞ്ഞ് ഒരു കർത്താവൊന്നുമില്ല. പരലോകകഥ വൃഥ. ഈ പരലോകത്തിനെ കുറിച്ചുള്ള കഥയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെറുതെയാണ്. ദേഹം വിനാസ്തി ചെയ്ത് ആത്മാ കുംഭവത് ദൃശ്യതാം പുരഹ. ദേഹത്തിൽ നിന്ന് അന്യമായിട്ടൊരു ആത്മാവുണ്ടെങ്കിൽ ഈ പുസ്തകം പോലെ കാണണം, മുമ്പില് കുടം പോലെ കാണണം, ഒരു കുംഭം കാണണം പോലെ കാണണം. അങ്ങനെയൊന്നും കാണാനില്ലല്ലോ. എനിക്കാണ് വാദം. ഓപ്പറേഷൻ ചെയ്താൽ ആത്മാവിനൊന്നും ആരും കണ്ടിട്ടില്ല, അങ്ങനെയൊക്കെയാണ് പറയുക. എത്ര സർജറി കഴിഞ്ഞു, ഇതുവരെ നിങ്ങൾ പറയണ ഈ ആത്മാവെന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. കുണ്ടലിനി ശക്തി, അത് എത്ര ബാക്ക് ബോണിൽ സർജറി ചെയ്താൽ അത് കുണ്ടലിനി അവിടെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയൊക്കെയാണ് സൂക്ഷ്മ വിഷയങ്ങളെ സ്ഥൂലമായ വാക്കുകൾ പറഞ്ഞ് വാദിക്കുക. ഹ്രസ്വോ ദീർഘോ യുവ ബാല ഇതി ദേഹോഭിദൃശ്യത്തെ അസ്തി ജാതഃ പരിണതോ വൃദ്ധഃ ക്ഷീണോ ജരൻ മൃതഃ ഇത്യേവമുക്താഃ ഷഡ്ഭാവ വികാരാ ദേഹസംശ്രയാഃ വർണ്ണാശ്രമ വിഭാഗശ്ച ദേഹേഷ്വേവ പ്രതിഷ്ഠിതഃ ജാതകർമാദി സംസ്കാരോ ദേഹസ്യൈവ വിധീയത്തെ ശതം ജീവേതി ദേഹസ്യ പ്രയുഞ്ജന്തി ആശിഷം ശുഭാം ഇതി പ്രപഞ്ചം ചാർവാകോ വാസയതി അല്പചേതനഃ. ഈ ചാർവാകൻ എന്ത് പറയണമെന്ന് വെച്ചാൽ, ആരെങ്കിലും ആത്മാവിനെ കുറിച്ച് എന്തെങ്കിലും ഇവിടെ ലോകത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇയാൾ കുള്ളനാണ്, ഇയാൾ ഉയരമുള്ള ആളാണ്, ഇയാൾ യുവാവാണ്, ഇയാൾ വൃദ്ധനാണ്, ഇതാ അപ്പൊ ക്ഷീണിച്ചിരിക്കണു, ഇങ്ങനെ എല്ലാ വികാരങ്ങളും. അതുപോലെ ഇപ്പം ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഇതൊക്കെ ഇപ്പൊ ആത്മാവിനെയാണോ പറയണത്? ജനിച്ചു കഴിഞ്ഞ ജാതകർമ്മം, നാമകരണം, അന്നപ്രാശനം, ചൗളം, ഉപനയനം ഒക്കെ ശരീരത്തിനാണ്. ആരെങ്കിലും ആത്മാവിന് ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് ഇത് വെറുതെ നിങ്ങൾ ആത്മാന്ന് പറഞ്ഞൊരു അനദർ എൻറ്റിറ്റിയെ വെറുതെ കൊണ്ടുവരികയാണ്. അതിന്റെ ആവശ്യമില്ല. ശ്വസാമി ജീവാമി ക്ഷുതിതോസ്മി പിപാസിത. ഈ ചാർവാകൻ ഒരാൾ വന്നുപ്പോ, അയാൾ വന്നിട്ട് പറഞ്ഞു, അങ്ങനെ പറയണ്ട, ഉള്ളിലൊരു ശ്വാസം പ്രശ്വാസം നടക്കുന്നുണ്ട്, പ്രാണവായു. അത് ഉള്ള വരെ ഈ ശരീരമുള്ളൂ. അതിനിപ്പോ നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അത് ഉള്ളിൽ പോയിട്ട് പുറത്തു വരണല്ലേ. ശൃണോമി പശ്യാമി, ഞാൻ കാണുന്നു, കേൾക്കുന്നു, മണക്കുന്നു എന്ന് ഇന്ദ്രിയങ്ങളും പറയണു. അങ്ങനെയും കുറച്ച് ആളുകൾ പറഞ്ഞു. അപ്പൊ അതിന് പുറത്ത് ഒരാൾ ഉള്ളിൽ പറഞ്ഞ ഒരാളെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരു ബുദ്ധി ഉള്ളിലുണ്ടല്ലോ. ജാനാമി പ്രത്യയബലാത് ബുദ്ധിരിത്യപരേ ജഗുഹു മായാ വ്യാമൂഢചിത്താനാം തേഷാം ദൂഷണമുച്യത്തെ. ഇങ്ങനെ പലരും ഇതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനപ്പുറമുള്ള ചിത്തിലേക്ക് അവർ പ്രവേശിക്കണേയില്ല. ഇതൊക്കെ നോക്കിയാൽ നമുക്ക് ലോകത്തിലെ എല്ലായിടത്തും ഈ കാറ്റഗറിയിൽപ്പെട്ടവരും കാണാം. നമ്മളും പലപ്പോഴും ഇതിലൊക്കെ പോയി നിൽക്കും. ശൂന്യം വരയ്ക്കും. ബൗദ്ധന്റെ ശൂന്യം വരയ്ക്കും പോകും. എവിടെയെങ്കിലുമൊക്കെ പോയി നിന്നിട്ട് ഒന്നും കാണാനില്ല, ഒന്നും അറിയണില്ല, ശൂന്യമേ ഉള്ളൂ എന്ന് പറയും. അവിടെ എത്തിക്കഴിഞ്ഞാ ഇനി ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് പോകണം, അത്രയേ ഉള്ളൂ. ദേഹം പ്രാണമപീന്ദ്രിയാണ്യപി ചലാം ബുദ്ധിം ച ശൂന്യം വിദുഃ സ്ത്രീബാലാന്തജഡോപമാസ്തു അഹമിതി ഭ്രാന്താഭൃശം വാദിനഃ മായാശക്തിവിലാസ കൽപ്പിത മഹാവ്യാമോഹ സംഹാരിണേ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. വലിയ വലിയ പണ്ഡിതന്മാരായിട്ട് ഇതിന്റെ പേരിലൊക്കെ ആളുകൾ സിദ്ധാന്തം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദേഹം മാത്രമാണ് ആത്മാവെന്ന് പുസ്തകം എഴുതിയിട്ടുണ്ട്.
പ്രാണനെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്, ഇന്ദ്രിയങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, ബുദ്ധിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, ശൂന്യത്തിനെക്കുറിച്ച് ഘോരം ഘോരം വാദിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ പഠിപ്പറിവില്ലാതെ വീട്ടുകാര്യം ചെയ്ത് വരുന്ന വീട്ടമ്മമാരോ ഇല്ല കൊച്ചുകുട്ടികളോ ഇങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അറിവുള്ളവരെന്ന് അഭിമാനിക്കുന്ന ആളുകൾ തന്നെ ഈ അബദ്ധത്തിലൊക്കെ ചെന്ന് ചാടുന്നുണ്ട്. ഭ്രാന്താഹ ബൃഷം വാദിനഹ, വീണ്ടും വീണ്ടും വാദിക്കുന്നു എന്നാണ്. ഇതൊന്നും എന്താണ് വീട്ടിൽ ജോലി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടിയോ ഒന്നും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്ത ഒരാളോ പറയണതല്ല. നല്ല വിദ്വാൻമാരെന്ന് പറഞ്ഞ് അഭിമാനിച്ച് നടക്കുന്ന ആളുകൾ തന്നെ പറയുന്ന കാര്യമാണ്. മായാശക്തി വിലാസ കൽപ്പിത മഹാവ്യാമോഹം എന്നാണ് പറയുന്നത്. അതായത് മായ എന്ന് പറയുന്ന ശക്തി വ്യാമോഹിപ്പിച്ച് ഡെലൂഡ് ചെയ്യിപ്പിച്ച് ഇവരെ ഓരോരോ കൽപ്പനകളിൽ പിടിച്ചു നിർത്തുന്നു. ഈ വ്യാമോഹം നീക്കി ആത്മതത്വത്തിനെ പ്രകാശിപ്പിക്കണമെങ്കിൽ ആ ദക്ഷിണാമൂർത്തി രൂപനായ ഭഗവാന്റെ കാരുണ്യം തന്നെ വേണം. ആ ദക്ഷിണാമൂർത്തി രൂപനായ ഭഗവാൻ കരുണ ചെയ്ത് തത്വജ്ഞാനത്തിനെ ഉപദേശിച്ച് ഈ ദേഹം, പ്രാണൻ, ഇന്ദ്രിയങ്ങള്, മനസ്സ്, ബുദ്ധി, ശൂന്യം ഇതൊന്നും നീയല്ലപ്പാ, നീ ശുദ്ധബുദ്ധ മുക്തസ്വരൂപമായ ചൈതന്യമാണ്, നീ ആത്മാവാണ്, നീ ബോധസ്വരൂപനാണെന്ന് ബോധിപ്പിച്ച് ഈ വിചാരം ചെയ്യുന്നവനെ സ്വരൂപത്തിൽ ഇരുത്തിയാൽ, ആത്മസ്വരൂപത്തിൽ നിഷ്ഠമാക്കി ചെയ്താലേ ഇവൻ രക്ഷപ്പെടുള്ളൂ. അല്ലെങ്കിലോ ഇതിലെവിടെയെങ്കിലുമൊക്കെ അജ്ഞാനത്തിന് പല 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 ടോളുണ്ട്, അതാത് സ്ഥലത്ത് പിടിച്ചു നിർത്തും. അതിലൊന്നും നിൽക്കാതെ ദേഹാദീനാം ജഡാർത്ഥാനാം പാഷാണവത് അനാത്മനാം കഥം ഭവേദ് അഹംഭാവ സമാവേശം വിനേഷിതുഹു, ഇങ്ങനെ പറഞ്ഞ് ഈ ദേഹാദികളിൽ നിന്ന് വ്യതിരിക്തമായ ആത്മതത്വത്തിനെ ബോധിപ്പിക്കുകയാണ്. ഏവമേഷാ മഹാമായ വാദിനാമപി മോഹിനി യസ്മാത് സാക്ഷാത്കൃതേ സദ്യഃ ലീയതേ ച സദാശിവേ. ഈ മഹാമായ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വാദിനാമപി മോഹിനി എന്ന്, നല്ല ബുദ്ധിശാലികളായിട്ടുള്ളവരാണ് ഈ വാദികൾ, അവരെയൊക്കെ മോഹിപ്പിക്കുന്നു. ഈ മഹാമായ പരമേശ്വരന്റെ ഒരു അനിർവചനീയ ശക്തിയാണ്. എന്തിനാ മോഹിപ്പിക്കണമെന്ന് വെച്ചാൽ അറിയാൻ വയ്യ. ഒരുപക്ഷെ നമുക്ക് തോന്നും എല്ലാവരും പൂർണ്ണ ബ്രഹ്മമാണ്. തീരുമാനിച്ച് കിടന്ന് കളിക്കുകയാണ്. എപ്പോഴാണോ സാക്ഷാത്കാരം ഉണ്ടാവുന്നത്, അതിന്റെ മൂലം അറിയപ്പെടുന്നത് ആ സമയത്ത് സദ്യ, അപ്പൊ തന്നെ ലീയതേച്ച സദാശിവേ, ആ സദാശിവനില് ലീനയാവും. ഗുരു പുറത്തു നിന്ന് ഉപദേശിക്കുമ്പോ ശിവനില് അവൾ അകമേക്ക് ചെന്ന് ചിദ്വിലാസം, ആ ചിത്തില് പോയി ചിത്തം ലീനമാവും. ശക്തി ശിവനിൽ ചെന്നിരിക്കും, ശിവനെ ചെന്ന് ആലിംഗനം ചെയ്തിരിക്കും, ശിവനിൽ ചെന്ന് ശിവശക്തി ഐക്യരൂപിണിയായിട്ടിരിക്കും. ആ ശിവശക്തി ഐക്യരൂപിണിയായി സത്യത്തിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ശക്തി ഉണ്ടല്ലോ സദാശിവ പതിവ്രത എന്നാണ് അവൾക്ക് പേര്. എന്നുവെച്ചാൽ ഒരു കല്യാണം കഴിച്ച് പതിവ്രതയായ സ്ത്രീ ഭർത്താവിനെ അല്ലാതെ വേറെ ആരെയും ചിന്തിക്കില്ല എന്ന് പറയുന്ന പോലെ ആ സദാശിവനെ അറിഞ്ഞു കഴിഞ്ഞ ചിത്തം പിന്നെ വ്യവഹാരം ചെയ്യുമ്പോഴൊക്കെ തന്നെ ആ സദാശിവ പതിവ്രതയായിട്ടാണ് ലോകവ്യവഹാരം ചെയ്യുക. ആത്മജ്ഞാനിയുടെ ചിത്തം അങ്ങനെയാണ്, സദാശിവ പതിവ്രതയായിട്ടാണ് ആ ശക്തി ഉള്ളിലിരിക്കുന്നത്. എന്നുവെച്ചാൽ ഒന്നിനോടും സംഘം വരണില്ല, എവിടെ പോയാലും എവിടെയും ചെന്ന് ഈ ഭാഗവതത്തിലുള്ള പിങ്കളെ പോലെ ആയിട്ടില്ല. ഒന്നിനോടും ചെന്ന് പറ്റിക്കൂടി അവിടെ കൂടില്ല, അതിനുള്ളിൽ പെട്ടുപോവില്ല. എന്താന്ന് വെച്ചാൽ എന്തൊക്കെ വ്യവഹാരം ചെയ്താലും തന്റെ ആഭിജാത്യം സംരക്ഷിക്കുകയാണ്. തന്റെ ചാരിത്രം ശിവനോടാണ്, ആത്മാവിനോടാണ്. ദേഹത്തിനോടോ മനസ്സിനോടോ ബുദ്ധിയോടോ പുറത്തുള്ള വിഷയങ്ങളിനോടോ എന്തിനോട് സംഘം വന്നാലും ചാരിത്രദൂഷ്യം വന്നുപോകും എന്ന് ഭയമുള്ളവളാണ് ജ്ഞാനിയുടെ ചിത്തരൂപിണിയായി ചിത്ശക്തി. അതുകൊണ്ട് ആ ചിത്ശക്തി സദാശിവ പതിവ്രതയായിട്ടിരിക്കണമെന്നാണ്. എന്താന്ന് വെച്ചാൽ അവൾ സദാശിവനെ, ഉള്ളിലെ ആത്മാവിനെ കണ്ടുകഴിഞ്ഞു.
ആ ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതുമാത്രമാണ് സദാശിവം. സദാശിവം എന്ന് പറഞ്ഞാൽ എപ്പോഴും മംഗളം. ബാക്കിയുള്ളതൊക്കെ കുറച്ചു കാലത്തേക്ക് ഇരിക്കും, പിന്നെ പോവും, കുറച്ചു കാലത്തിരിക്കും, പിന്നെ അമംഗളാവും. ഇത് സദാ മംഗളസ്വരൂപമായിട്ടിരിക്കുന്നത് കൊണ്ട് ഏഷാമായ മഹാമായ പുറമേക്ക് നോക്കുമ്പോൾ എല്ലാത്തിനെയും മോഹിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്യണം. ആ ശക്തിയെ ശരണം പ്രാപിച്ച് അവളുടെ കൃപ സിദ്ധിക്കുമ്പോ അവൾ എന്ത് ചെയ്യണു? ഈ ജീവനെ പതുക്കെ 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 ഉള്ളിലേക്ക് ആനയിച്ചു കൊണ്ടുപോയി സദാശിവേ ലീയതേ ച സദാശിവേ, ആത്മാവാകുന്ന സദാശിവ തത്വത്തില് അവൾ ചെന്ന് വിലയനം പ്രാപിക്കുന്നു. ശിവാകാരേ മഞ്ചേ പരമശിവ പര്യങ്കനിലയാം, അവിടെ ശിവനാകുന്ന മഞ്ചത്തിൽ ചെന്നിരിക്കുന്നു എന്നാണ്. ആ മഞ്ചത്തിൽ ചെന്ന് വിലീനയാവുന്നു. ദേഹേന്ദ്രിയാസുഹീനായ മാനദൂരസ്വരൂപിണി ജ്ഞാനാനന്ദസ്വരൂപായ ദക്ഷിണാമൂർത്തയേ നമഃ. ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനിയുടെ ഉള്ളിൽ ആ ദക്ഷിണാമൂർത്തി എങ്ങനെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ ദേഹേന്ദ്രിയാസുഹീന, അവിടെ ദേഹമോ ഇന്ദ്രിയങ്ങളോ പ്രാണനോ ഒന്നുമില്ല, ചിത്ത് മാത്രമേ ഉള്ളൂ. എന്നാൽ ദേഹം ഇന്ദ്രിയം പ്രാണൻ കുഴപ്പങ്ങളൊക്കെ ഇല്ലേ? ലോകത്തിലുണ്ട് താനും. അതൊക്കെ വ്യവഹാര മണ്ഡലത്തിൽ അത് ഇരിക്കണു, വ്യവഹരിക്കണു, എന്തൊക്കെ ചെയ്യണം, അതിനെന്തൊക്കെ ധർമ്മമോ അതൊക്കെ നടക്കണം. പക്ഷേ ഉള്ളിലെ ചിത്തിനെ വിട്ട് ചിത്തമണ്ഡലത്തിലേക്ക് തന്നെ ഇറങ്ങി വരാൻ കൂട്ടാക്കാത്ത ജീവൻ മുക്തന്റെ അകമേയുള്ള ആ ചിത് ശക്തി അവിടെ തന്നെ നിൽക്കണം. അപ്പൊ അവിടെ ദേഹം പ്രാണം അപ്പൊ ഇന്ദ്രിയാണി അപ്പൊ ചരാം ബുദ്ധിം ച ശൂന്യം വിദുഹു, ഈ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതാണോ അതാണോ സംശയമൊന്നുമില്ല, അവിടെ വാദമൊന്നുമില്ല. അതാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞത് അന്യനുണ്ട് വാദം. ആവരണമൊഴിഞ്ഞവന് വാദമില്ല, അന്യനുണ്ട് വാദം. അറിവെന്നതും അഹമെന്നതും ഒന്ന് തന്നെ, ആവരണമൊഴിഞ്ഞവന് അന്യനുണ്ട് വാദം. അത് ആവരണമൊഴിയാത്തവന്, സാക്ഷാത്കാരം വരാത്തവന്, തത്വജ്ഞാനം തെളിവ് വരാത്ത ആൾക്ക് ഇതും ആയിരിക്കോ, ഇതായിരിക്കോ, ഇങ്ങനെ ആയിരിക്കോ, അങ്ങനെ ആയിരിക്കോ എന്ന് തോന്നും. ആ പരാകാഷ്ഠയായ സ്വരൂപസ്ഥിതി വരുന്ന വരയ്ക്കും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചർക്കും കാലം, ചർക്കി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി നിൽക്കും. നിന്നിട്ട് അതാണ് ശരിയെന്ന് തോന്നും അപ്പോഴേക്കും. എന്നിട്ട് അതതിന്റെ വാദികളായിട്ട് നിൽക്കും. അതാണ് ഗൗഡപാദാചാര്യർ കാരികയിൽ പറയേണ്ടത്. അതാത് വാദങ്ങളിൽ നിന്നും ഇതാണ് അതാണെന്ന് പറഞ്ഞ് അതതിന്റെ വാദികളായിട്ട് നിന്ന് ലോകത്തിൽ കാണും. എന്താ അങ്ങനെയെന്ന് വെച്ചാൽ അത് ഈശ്വരന്റെ സ്വഭാവം. എന്താന്ന് വെച്ചാൽ ഏതേതിന് കൂട്ടുപിടിക്കണോ അതിന്റെ കൂടെ ഭഗവാനും നിൽക്കും. ദേവസ്യൈഷ സ്വഭാവോയം ആപ്തകാമസ്യ കാസ്പൃഹ. ദേവന്റെ സ്വഭാവമാണ് അവൻ ആപ്തകാമൻ, പൂർണ്ണനായവന് എന്ത് സ്പൃഹ, എന്തിനോട് പറ്റ, നീ എന്ത് വേണമെങ്കിൽ വേഷം കെട്ടിക്കോളൂ, ഏത് ഡ്രാമയിൽ ഏത് വേഷം വേണോ കെട്ടിക്കോളൂ. നിനക്ക് വേഷമൊക്കെ അഴിച്ച് നിർധൂതാകില കൽപ്പനമായിട്ട് ചിത്സ്വരൂപമായിട്ട് ഇരിക്കണോ, ഇരുന്നോളൂ. ലീയതേജ സദാശിവേ. അവിടെ ആത്മാവിനെ അറിഞ്ഞു കഴിയുമ്പോൾ, ചിത്തിനെ അറിഞ്ഞു കഴിയുമ്പോൾ, സ്വരൂപത്തിനെ അറിഞ്ഞു കഴിയുമ്പോൾ എല്ലാ വാദങ്ങളും വിട്ട് ആ ശിവതത്വത്തിൽ ശിവമായിട്ടിരിക്കുന്നു. അത് ശ്രീവിദ്യാ സമ്പ്രദായത്തിലെ വ്യാഖ്യാതാക്കൾ പറയാം, ശിവതത്വത്തിൽ എത്തിയ ആളെയാണ് സ്ഥിതപ്രജ്ഞ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അവനെ എന്ത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും എന്ന് പറഞ്ഞാലും ഒന്നും അഫക്ട് ചെയ്യാനില്ല. എന്താ അഫക്റ്റ് ആവാത്തത് എന്ന് വെച്ചാൽ ഈ വാദങ്ങളൊക്കെ ഒഴിഞ്ഞുപോയി. എന്ത് പറഞ്ഞാലും അവനെയാണ് പറയണതെന്നൊന്നും തോന്നുന്നില്ല. ഇദ്ദേഹത്തിനല്ലേ പറയണത്. ജഡഭരതൻ അതാണല്ലോ രഘുഗണൻ എടുത്ത് പറയണത്. കളിയാക്കുകയൊക്കെ ചെയ്തപ്പോ ശരീരത്തടിക്കും, ശരീരം മെലിയും, ശരീരം വെളുത്തിരിക്കും, ശരീരം കറുത്തിരിക്കും. അതിനെക്കുറിച്ച് പറഞ്ഞാൽ എന്നെക്കുറിച്ച് നിങ്ങൾ പറയണില്ല. വിശപ്പ്, ദാഹം, ക്ഷുദ്വ്യാധി അതൊക്കെ പ്രാണന്റെ ധർമ്മമാണ്, എന്റെ ധർമ്മമൊന്നുമല്ല. അതിനെക്കുറിച്ച് പറഞ്ഞാൽ എന്നെക്കുറിച്ച് നിങ്ങൾ പറയണില്ല. കാമം, ക്രോധം മുതലായ വികാരങ്ങളൊക്കെ മനസ്സിന്റെയാണ്, അതും എനിക്കില്ല, അതൊക്കെ മനസ്സിന്റെയാണ്. അജ്ഞാനം മുതലായിട്ടുള്ള ബുദ്ധിയുടെ കുഴപ്പങ്ങളാണ്, അതൊന്നും എനിക്കില്ല.
അഭിമാനം ഉദിക്കുക അസ്തമിക്കണമെന്ന് ഞാനല്ല. ഇതിനൊക്കെ അപ്പുറം പോയിട്ടിരിക്കുന്ന എന്നെ ആർക്കും സ്പർശിക്കാനോ തൊടാനോ ഒന്നും പറ്റില്ല. ഞാൻ ഇതുമായിട്ടൊന്നും സമ്പർക്കമേ വെച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന ആ മുക്തപുരുഷന് ഹരിസ്മൃതി വിട്ടുപോകണേയില്ല. ഹരിസ്മൃതി പറയൂ, ഹരസ്മൃതി എന്ന് പറയൂ. അതായത് ചിത്തിലേക്ക് പ്രവേശിച്ചിരിക്കണു. അവിടെ ഒരു ജാഗരണം ഉണ്ടായിരിക്കണം, അവിടെ ഒരു ഉദയം ഉണ്ടായിരിക്കണം. ആ ജാഗരണം അസ്തമനമേ ഇല്ലാതെ ജ്വലിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ഒരു മഹാപുരുഷന്റെ ദർശനം തന്നെ പരമമംഗളമാണ്, പരമേശ്വര ദർശനമാണ്. എന്താന്ന് വെച്ചാൽ അവിടെ ഒരിക്കലും അതിന് മങ്ങലില്ല. ഉറങ്ങുമ്പോ പോലും മങ്ങലില്ല. അയാൾ ഏത് രീതിയിലാണെങ്കിലും ആ മങ്ങലില്ലാത്ത ഈശ്വര പ്രകാശം ആ ഹൃദയത്തിലുള്ളതുകൊണ്ട് അതിന് യാതൊരു കാരണവശാലും ഒരു കോട്ടം തട്ടില്ല. ആ കോട്ടം തട്ടാത്ത ആ ജ്ഞാനത്തിനെ ഇവിടെ ദക്ഷിണാമൂർത്തി സ്വരൂപമായിട്ട് പറഞ്ഞു. ആ ദക്ഷിണാമൂർത്തിയെ ദേഹേന്ദ്രിയാസുഹീനായ മാനദൂരസ്വരൂപിണേ ജ്ഞാനാനന്ദസ്വരൂപായ ദക്ഷിണാമൂർത്തയേ നമഃ. ഇത്രയും പറഞ്ഞ് അടുത്ത ശ്ലോകത്തില് രാഹുഗ്രസ്ത ദിവാകരേന്ദു സദൃശോ മായാസമാച്ഛാദനാത് സന്മാത്രഃ കരണോപസംഹരണതോ യോ ഭൂത് സുഷുപ്തഃ പുമാൻ പ്രാഗസ്വാപ്സമിതി പ്രബോധസമയേ യഃ പ്രത്യഭിജ്ഞായത്തെ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. ഇതിൽ ബൗദ്ധന്മാരുടെ ശൂന്യവാദം ഒരു വിഷയമാവുണ്ട്. നമ്മളുടെ അനുഭവം തന്നെയാണ്. രാഹുഗ്രസ്ത ദിവാകരേന്ദു സദൃശ. രാഹു സൂര്യചന്ദ്രന്മാരെ ഗ്രഹിക്കുമ്പോഴാണ് ഗ്രഹണം ഉണ്ടാവുന്നത്. ഛായയാണല്ലോ, ഛായയാണത്, നിഴലാണല്ലോ. രാഹു എന്ന് പറഞ്ഞാൽ ഒരു നിഴൽ മറക്കലാണ്. അതുപോലെ ബുദ്ധിയിലും മനസ്സിലും ഒക്കെ ഈ ആവരണം, വിക്ഷേപശക്തിയും ആവരണശക്തിയും മറയ്ക്കുമ്പോൾ ഒന്ന് വാലും ഒന്ന് തലയാണ് രാഹുവും കേതു. അതുപോലെ ഒന്നും മറയ്ക്ക, ഒന്ന് മറ്റേത് അതിന്റെ മേലെ കാണുക. വിക്ഷേപം, ആവരണം, വിക്ഷേപം. അങ്ങനെ മായ മറയ്ക്കണത് കൊണ്ട് സന്മാത്ര കരണോപസംഹരണത്തോ യോഭൂത് സുഷുപ്ത പുമാൻ. സുഷുപ്തി അവസ്ഥയില് സന്മാത്ര ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ മാത്രം പ്രകാശിക്കണം. എഴുന്നേറ്റിട്ട് പറയണു പ്രാഗസ്വാപ്സമിതി പ്രബോധസമയെ പ്രത്യഭിജ്ഞായത്. എഴുന്നേറ്റിട്ട് കുറച്ചുനേരം മുമ്പ് സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയണു. അങ്ങനെ എഴുന്നേറ്റിട്ട് പറയുമ്പോ ആ സുഷുപ്തിയിലും അവൻ ഉണ്ടായിരുന്നു എന്നുള്ള ഉറപ്പാണ്. എന്താണെന്ന് വെച്ചാൽ ആ വസ്തുവാണല്ലോ എഴുന്നേറ്റ് വരണത്. ആ വരുന്ന ഏതൊരു സത്ത് ഉണ്ടല്ലോ അതാണ് നമ്മളുടെ സ്വരൂപം. അത് ശൂന്യമല്ല, സുഷുപ്തിയിലും അത് ശൂന്യമൊന്നുമല്ല, അത് സന്മാത്രമായിട്ടിരുന്നു. അല്ലെങ്കിൽ എങ്ങനെ അറിയും? സത്പ്രത്യയാഹ്കിംനു വിഹായ സന്തം ഹൃദ്യേഷ ചിന്താരഹിതോ ഹൃദാഖ്യ കഥം സ്മരാമഹത്തമേയമേകം തസ്യ സ്മൃതി തത്ര ദൃഢൈവ നിഷ്ഠ. ആ സത്തിന്റെ അനുഭവം സുഷുപ്തിയിലുണ്ട്. ആ സത്തിന്റെ അനുഭവത്തിനെയാണ് പ്രബോധ സമയത്തില് ഉറങ്ങി എഴുന്നേറ്റിട്ട് ഇത്ര നേരം ഉറങ്ങി എന്നൊക്കെ പറയണത്. ആ സത്തിന്റെ അനുഭവം സദാ ഉണ്ട്. വാസ്തവത്തിൽ ആ സത്ത് അനുഭവമാണ് സമാധി, നിർവികൽപ്പം എന്നൊക്കെ പറഞ്ഞത്. ആ നിർവികൽപ്പമായ സത്തിന്റെ അനുഭവത്തിനെ തരാനായിട്ട് ദക്ഷിണാമൂർത്തിയെ നമസ്കരിക്കുന്നു. സുഷുപ്തി സമയത്ത് ആത്മാവ് മായയാൽ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഗ്രഹണ സമയത്തുള്ള സൂര്യചന്ദ്രന്മാരെ പോലെ ബാഹ്യപ്രകാശമില്ലാതിരിക്കുന്ന ആ സമയത്ത് ഇന്ദ്രിയങ്ങളും മനസ്സുമെല്ലാം ഉപസംഹൃതങ്ങളാകുന്നതിനാൽ ബാഹ്യബന്ധമൊന്നും കൂടാതെ ആത്മാവ് കേവല സദ്രൂപനായി വിളങ്ങുന്നു. അത് നാം അറിയുന്നത് ഉണരുന്ന സമയത്താണ്. ഞാൻ സുഖമായി ഉറങ്ങി എന്ന ഓർമ്മ നമുക്കുണ്ടാകുന്നു. അനുഭവിക്കാത്ത ഒന്നിനെ പറ്റി ഓർമ്മ ഉണ്ടാകുകയില്ലല്ലോ. അപ്പോൾ ഉറക്കത്തിലും സുഖത്തെ അനുഭവിച്ചിരുന്ന സാക്ഷി ചൈതന്യം ഉണ്ടായിരുന്നു എന്ന് തെളിയുന്നു. സാക്ഷിയല്ല, അത് എന്തിന് സാക്ഷി? അവിടെ സാക്ഷിയൊന്നുമില്ല. അത് കേവല അനുഭവസ്വരൂപമാണ്. ആ ചൈതന്യം 3 അവസ്ഥകളിലും ഒരേപോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ അറിയാൻ
ദക്ഷിണാമൂർത്തിയെ വണങ്ങുന്നു എന്ന് പറഞ്ഞു. നാളെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇത് പൂർത്തിയാക്കും. മുഖ്യമായ ശ്ലോകം നാളെയാണ് വരുന്നത്. അപ്പൊ എവിടെ ആത്മതീർത്ഥം പാരായണം എവിടെ നിൽക്കണോ അവിടെ നിൽക്കും. അടുത്തൊരു സന്ദർഭത്തിൽ അവിടെ നിന്ന് വായിക്കാം. അടുത്തൊരു സന്ദർഭത്തിൽ വരുമ്പോൾ എവിടെ വിട്ടു അവിടെ നിന്ന് തുടർന്ന് വായിക്കാം. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുറുവാം തഥൈവ ത്വാം ആത്മനാഥം രമണം.